ഇവരൊക്കെ ഞാൻ തന്നെ കൊണ്ടാക്കി കൊടുക്കണം ഗൈസ്. ചിക്കൻ പീസ് കിട്ടുമെന്ന് പോയേക്കാല. ഇപ്പോൾ പോണം, ഞാനൊന്ന് പള്ളിയിൽ പോയിട്ട് വരാം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. ഒരുപാട് നാളത്തിന് ശേഷം ഞാൻ അങ്ങനെ വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ വ്ളോഗൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം ടൈം അയക്കണം. ഞാൻ വിചാരിച്ചു ഇന്ന് മുതൽ ഡെയിലി വ്ളോഗ് നടക്കുമെന്ന് അറിയില്ലെങ്കിലും നമുക്ക് ശ്രമിച്ചു നോക്കാം. വണ്ടി കഴുകിയപ്പോൾ ഒന്ന് സെറ്റായില്ല ഗൈസ്, തിളങ്ങി. പോകാൻ ഓടി നടക്കുന്ന പെങ്ങൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് മാറ്റി തരുന്നു. ഞാൻ തിരിച്ച് വീട്ടിൽ തന്നെ കൊണ്ടുവന്നു. ഇവരൊക്കെ ഞാൻ തന്നെ കൊണ്ടാക്കി കൊടുക്കണം ഗൈസ്, ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഗൈസ്. ഞാൻ ഇവരെ കൊണ്ട് സ്കൂളിലൊക്കെ ആക്കി കൊടുത്തിട്ട് വരാം. ഒരാളെ സന്തോഷത്തോടെ അടി ഗൈസ് ഞാൻ ഓളാക്കി കൊടുത്ത് വന്നിട്ടോ. ഇരുന്ന് കുണ്ടി ധരിച്ചു. അവിടെ ഓരോരുത്തർ തെങ്ങിന് മറ്റേ വളമൊക്കെ ഇടണുണ്ട് കേട്ടോ സംഭവം. ഇനി എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട്. എനിക്ക് യൂറിൻ ചെക്ക് ചെയ്യാനും ബ്ലഡൊക്കെ ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോകണ്ട്. എന്നാൽ പിന്നെ ഞാൻ ഈ വീട്ടിൽ പോയിട്ട് കാണാം. നാണമായിട്ട് നിൽക്കുന്ന പൊന്നൂസനായാണ് നിങ്ങളീ കാണുന്നത്. ഹായ് പറഞ്ഞാൽ നന്നായിരുന്നു. ഒരു ഹായ് പറഞ്ഞ അങ്ങനെ പൊന്നൂസ് ഹായ് പറഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഞാനങ്ങനെ വീട്ടിലെത്തി. ഫുഡ് എന്താ ഉണ്ടെന്നോ തരൂ മാതാജി. കടി 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 കടിച്ചിട്ട് ചിരിക്കണം. ചായ കുടിക്കാനായിട്ട് നമ്മൾ കൈ കഴുകുകയാണ്. ഞാൻ പോയി കഴിച്ചിട്ട് വരാം. ചായക്ക് നമുക്ക് പത്തിരിയുണ്ട്, ഗ്രീൻ പീസ് കറിയുണ്ട്. എനിക്ക് ചായ കിട്ടിയില്ല. നമ്മൾ ഒരു പത്തിരി എടുത്ത് ഇതിങ്ങനെ കുത്തി കഴിച്ചിട്ട് വരാം. പുറത്തൊക്കെ നല്ല മഴയാണ്. കുറേ ദിവസമായി മഴ ചെയ്തിട്ട് ഇപ്പോഴാണ് പെയ്യുന്നത്. ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്താ മഴ ചെയ്യാത്ത നൈസ് മൂടാണ്. മഴ കണ്ടിങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് മഴ ചെയ്തത്. എൻ്റെ വണ്ടീൻ്റെ ബാക്ക് സീറ്റ് മാത്രം നനയുള്ളൂ. എന്തൊക്കെ വണ്ടീൻ്റെ മേലെ നിന്ന് പുകയൊക്കെ പോകുന്നുണ്ട്. എന്താ സംഭവം അറിയാം. വണ്ടി മഴ ചെയ്തതിന് പുകൻ്റെ പോകുന്നുണ്ട് ഗേസ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? പക്ഷെ എനിക്ക് നന്നായിട്ട് കാണുന്നുണ്ട് ഗേസ്. ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു ഗേസ്. ഞാൻ കിടന്നുറങ്ങി. ഹോസ്പിറ്റലിൽ വേറെ കിടന്നുറങ്ങി. മഴ കൊണ്ട് പെയ്തപ്പോൾ ഞാൻ പോയിട്ടൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരും. ഭയങ്കര കുളിച്ചിട്ട് വരാം എന്നിട്ട് പള്ളിയിൽ പോകും ഗൈസ്. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് സെറ്റായി നമ്മൾ പള്ളിയിൽ പോകാൻ. സ്പ്രേ അടിച്ച് കഴിഞ്ഞ ഒരാഴ്ചത്തേക്ക് കുളിക്കണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. വൃത്തിയുള്ള ആൾക്കാരുണ്ട്, നമ്മൾ കുളിക്കും. ഓക്കെ, സൂപ്പറാ. നമുക്ക് പള്ളിയിൽ പോയിട്ട് വരാം. ഓക്കെ, കളിക്കുന്നുണ്ട് ഗൈസ്. ആരാണത്? അവര് ഹായ് പറഞ്ഞ. എൻ്റെ വണ്ടി കഴുകിയ ഇത് കണ്ടോ, ഫുള്ള് മണ്ണ് കറിച്ച് കണ്ട. പെങ്ങൾ കഷ്ടപ്പെട്ട് കഴുകിയ വണ്ടി ഫുള്ള് മണ്ണ് കറിച്ച്. എന്ത് നീറ്റായിട്ട് കഴുകിയുണ്ട്. അതാണ് ചടപ്പം. എനിക്ക് നല്ല മഴക്കാറും വരുന്നുണ്ട്. ഞാൻ വണ്ടി ഇവിടെ വെക്കൂല. ഞാൻ പോയിട്ട് ഗൈസ് ദേശംബ്രോ ഓഫ് റോഡ് കയറും ഗൈസ്. ചെറിയ ഷേക്കിങ് ഉണ്ടാവും, പക്ഷേ കാര്യമാണ്. അങ്ങോട്ട് പോകുന്നതിന് കാണുന്നില്ല. ഇവിടെ എത്തിയെന്നാവും. ഉണ്ട് ഗൈസ്, ഇവിടെ നല്ല വ്യൂ ആണ്. നൈസാണ്. അവിടെ എന്തോ ഒരു അമ്പലത്തിൻ്റെ എന്തൊക്കെ സംഭവമാണ്. ചിക്കൻ ഫ്രൈ പൊരിക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുകയാണ് ഗൈസ്. കാരണം പൊരിച്ചിടാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ടുപിട്ടത് അടുത്തുള്ളൂ. ചിക്കൻ ഫ്രൈ ആവട്ടെ. നമുക്ക് നമ്മളെ പരിപാടികളൊന്നുമില്ല. നമ്മൾ ഫോണ് കളിച്ചിരിക്കുകയാണ് ഗൈസ്. വെറുതെ രസം. മക്കളുണ്ടാകുമ്പോൾ വൈബ് തന്നെ. ഫുഡായിട്ടില്ലേ, വിശക്കണു. ചിക്കൻ പീസ് കിട്ടുമെന്ന് പോയേക്കാല. അപ്പോൾ പോണം. നല്ല അടി കിട്ടി. ചൂടുള്ള കട്ട അടി കിട്ടി. കുറച്ച് കഴിഞ്ഞ് പോയേക്കാം. അമ്മ കാണാതെ പോയിട്ടെടുത്ത ഞാൻ അടുത്തു. എന്താ ഒന്നും പറഞ്ഞില്ല. ചിക്കൻ വേണോ? ചിക്കൻ വേണോ? എന്നാ ഇനി പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. അനദർ ടൈം ഫുഡ് അടി. ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോവാം ഗൈസ്. നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ പോവുകയാണ്. ഞാൻ വിത്ത് മോമുണ്ട്. കീറിലാണോ? അപ്പം പോയിട്ട് വരാം. ചെക്ക് ചെയ്ത് നോക്കണം എന്താ അവസ്ഥ എന്നറിയില്ല. പോയി നോക്കാം. സീനൊന്നുണ്ടാവില്ലേക്കും. 223 കിലോമീറ്ററാണെന്ന് കാണുമ്പോൾ നിങ്ങൾ അതിശയിക്കണ്ട. ബിക്കോസ് ഇത് ഞാൻ വണ്ടി എടുത്തതിന് ശേഷം എത്രയെന്നറിയാം. ഞാൻ വണ്ടി എടുത്തതിന് ശേഷം 3000 കിലോമീറ്റർ കഴിഞ്ഞിപ്പോൾ. ഇതിൽ 1000 കിലോമീറ്റേഴ്സ് ട്രിപ്പിൽ 1000 കിലോമീറ്റേഴ്സ് ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി 0 ആയി വരും. 1000 കിലോമീറ്റേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതിന് എല്ലാവരുടേലും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ വണ്ടിക്കൊരു പ്രത്യേകത ഞാൻ അങ്ങനെ കണ്ട്. ഇന്ന് ഇവിടെ ഉള്ള ഗൈസ് നമുക്ക് നാളെ വന്നിട്ട് ചെയ്യണം. മോർണിംഗ് വരണമെന്നാണ് പറഞ്ഞത്, 12 മണിക്ക് മുന്നേ. എന്നാൽ പിന്നെ വീട്ടിലെത്തിയിട്ട് കാണാം. ഇത് ഇവിടെയുള്ള കാടാണ്.
ഞങ്ങൾക്ക് മാത്രം കിട്ടുന്ന ഒരു സംഭവമാണ്. വിട്ടെത്തിയടാ. വണ്ടിയിൽ ഒരു തുള്ളി എണ്ണയില്ല. കുലിക്കപ്പോഴാണ് മനസ്സിലായത്. നമുക്ക് പോയി പെട്രോൾ അടിച്ചിട്ട് വന്നാലോ? പോവാം. മുട്ടായിയോ? 2 മുട്ടായി കൂടി വാങ്ങിക്കാം. ചോക്കോബാർ ഒരുപാട് കാലത്തിന് ശേഷം ഞാനങ്ങനെ ചോക്കോബാർ വാങ്ങിയിരിക്കും. ഇങ്ങനെ എടുക്കാം. എന്നിട്ട് 10 ഉറുപ്പ്യൻ്റെ അതിന് ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന അനിയത്തിനെ കൂട്ടാൻ പോകുന്ന ഏട്ടൻ ഇവിടെ എത്തിയണോന്ന് അറിയില്ല ഗൈസ്, എന്താ പാടെന്ന് അറിയില്ല ഗൈസ്. അങ്ങനെ കണ്ടു കിട്ടിയിരിക്കുകയാണ് ബംഗാളി. ഹായ് ഗൈസ്, ഉച്ചക്ക് ഫുഡ് കഴിച്ചാണ്. ഉറങ്ങി കഴിച്ചിട്ട് ഉറക്കിൻ്റെ മന്ദഗതി ഇപ്പോഴും വിട്ടിട്ടില്ല. ഞാൻ പിന്നെ വന്നിട്ട് കിടന്നുറങ്ങി. എന്നിട്ട് ചായ എന്തെങ്കിലും കുടിച്ചാലോ? ചായ ഉണ്ട്, പഴമുണ്ട്, പ്രോട്ടീൻ മാത്രമേ ഞങ്ങൾ കഴിക്കാറുള്ളൂ. ഇജെങ്ങട്ടാ മാറ്റിയാണ്ട് പോവാണ്? പൊന്ന് പോവാണ് ഗൈസ്. പൊന്ന് പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വരും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. ബൈ.